മക്കളെ, എല്ലാവരും ചോറൊക്കെ കഴിച്ചോ? പിന്നെ മക്കളെ, എന്തൊക്കെയായി കേൾക്കുന്നത് ലോകത്ത്? 3 പേര് കിടന്നുറങ്ങിയെന്നോ, മരിച്ചെന്നോ, ശാരീരിക അവശിഷ്ടങ്ങളൊക്കെ കണ്ട് എടുത്തെന്നോ, പിറക്കിയെടുത്തെന്നോ, എന്തോ പറയാനാ മക്കളെ. ഓ, നമ്മളിതൊന്നും ശ്രദ്ധിക്കാനൊന്നും പോവണ്ട. നമുക്ക് വിഷമമാണ് ഇതൊക്കെ കേൾക്കുന്നത്. എന്ത് ചെയ്യും? അപ്പോഴേ ഇന്ന് കറി വെക്കാനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഓണത്തിൻ്റെ കുറേ അധികം വന്നതൊക്കെ കിടന്ന് അതൊക്കെ ഇട്ട് ഒരു 2 മെഴുക്കുവരട്ടി ഉണ്ടാക്കി. ആ മെഴുക്കുവരട്ടി എന്തൊക്കെയാണെന്ന് കാണണ്ടേ? നമുക്കതൊന്ന് കാണാം. ദാ നമ്മുടെ രസം ഉണ്ടാക്കിയിട്ടുണ്ട്. തക്കാളി ഉണ്ട്, അത് വെച്ച് രസം. പിന്നെ ഇന്നലത്തെ അയിലക്കറിയുണ്ട്. പിന്നെ ക്യാബേജും മുന്തങ്കായും വെണ്ടയ്ക്കായും കൂട്ടി മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. എനിക്ക് കൂട്ടാൻ വേണ്ടിയാണ്. പിന്നെ ചേന, ഇച്ചിരി സ്പൈസസ് ഒക്കെ ചേർത്താണ് ചേന മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയത്. അതെനിക്ക് പറ്റത്തില്ല, അതുകൊണ്ട്. അപ്പോൾ 2 അയില ഉണ്ടായിരുന്നത് കഷ്ണിച്ചിട്ട് വറുത്ത് ഒരു കഷ്ണം രസമോൾക്ക് മഞ്ഞപ്പൊടി ഇട്ട് വേവിക്കാനും എടുത്തു. അങ്ങനെ ചോറ് കഴിക്കാം മക്കളെ നമുക്ക്. ഞാൻ മിക്സഡ് മെഴുക്ക് പുരട്ടി എടുത്തു, ചേനയുടെ ഒരു ശകലവും എടുത്തു, പിന്നെ ഒരു അയില വറുത്തതും എടുത്തു മക്കളെ. പിന്നെ രസവും. പിന്നെ അയിലക്കറി എനിക്ക് വേണ്ട ഇന്നലത്തെ, കാരണം വയറിന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കത്തില്ല, അങ്ങനെ കഴിക്കത്തില്ല. അപ്പോൾ ഇതൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ മക്കളെ. ഇലക്കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ കഴിക്കുക. അപ്പം ശരി മക്കളെ.